പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയൊരു പ്രഭാഷണത്തിൽ AP സമസ്തക്കാരെ ആളുകളോട് കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. അവർ അവരുടെ മകളെ കോടീശ്വരനായ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, അങ്ങനെ ചെയ്തു കൊടുത്ത ആരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇനി ചെയ്തു കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സംസാരം. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ല. അങ്ങനെ അസുന്നിയായ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുത്താൽ എന്താണ് പ്രശ്നം? സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. അതേ ഗൗരവമാണ് വിഷയം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ചെയ്തത് അവരുടെ മകളുടെ ദീൻ നശിപ്പിക്കുകയാണ്. മാത്രവുമല്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ, സുന്നിയല്ലാത്ത പണക്കാരന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അവളെ നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ കൊണ്ടുപോയി ചേർത്തു എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത്. വിഷയം ഗൗരവമാണ് AP-ക്കാരെ. നമ്മൾ എന്തിനു പോറ്റി വളർത്തിയ മകളെ ഈ സുന്നിയല്ലാത്ത മനുഷ്യന്റെ പണം കണ്ടിട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇവിടെ പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, പണം വല്ലതും തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിന് നിങ്ങൾ അങ്ങനെ കെട്ടിച്ചു കൊടുക്കണം? അല്ല, ഇപ്പോൾ നിലവിൽ കെട്ടിച്ചു കൊടുത്തവർ ഇനി എന്താ ചെയ്യുക? അവരുടെ മകളെ നരകത്തിലേക്കുള്ള വഴിയിലേക്ക് കൊണ്ടുപോയി ചേർത്തു. അവരുടെ മകളുടെ ഈമാൻ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവർ വിവാഹമോചനം നടത്തേണ്ടതുണ്ടോ? ഇവിടെ സുന്നിയല്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി വഹാബ് സഖാഫിയുടെ ശറഅ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് വഹാബി മൗദൂദി എന്നവരുമായി മതപരമായി ബന്ധം പാടില്ല എന്നാണ്. അപ്പോൾ ആരെങ്കിലും വഹാബിക്കോ മൗദൂദിക്കോ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിവാഹമോചനം നടത്തേണ്ടി വരില്ല. ഇനി AP സമസ്തക്കായ ആളുകളൊക്കെ പരിശോധനക്കിറങ്ങുമ്പോൾ ആരൊക്കെയാണ് വഹാബി, ആരൊക്കെയാണ് മൗദൂദി എന്നൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അടക്കമുള്ള ആളുകളെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ആളുകളിലൊക്കെ ആരൊക്കെ വഹാബി ആയിട്ടുണ്ട്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിയാണോ? പാച്ച വഹാബിയാണ് ഇവൻ എന്നാണ് പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ. പേരോടിനെ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ച് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? തെളിവ് സഹിതം ഞാൻ കാണിച്ചു.